നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 ധനുമാസം 2-ാം തീയതി, അതായത് 2025 ഡിസംബർ മാസം 17-ാം തീയതി ബുധനാഴ്ച. ധനുമാസം ആരംഭിച്ചു കഴിഞ്ഞു. വൃശ്ചിക മാസത്തേക്കാളും സൂര്യൻ ബലവാനായി ധനുരാശി നിൽക്കുന്നു. സജ്ജനങ്ങളുടെ പൂജാപാത്രമായി ഭവിക്കുക എന്ന് വെച്ചാൽ സജ്ജനങ്ങൾ പൂജിക്കുക, അതിന് അർഹനാവുക, അതാണ് പൂജാപാത്രം. അങ്ങനെ ധാരാളം ഗുണങ്ങൾ ധനുവിലെ സൂര്യൻ പ്രദാനം ചെയ്യും. ധനു കഴിഞ്ഞാൽ പിന്നെ മകരമാസം 1-ാം തീയതി സൂര്യൻ ഏറ്റവും ശക്തമായ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം കൂടിയാണ്. ഏതായാലും ധനുവിലെ സൂര്യൻ വൃശ്ചികത്തെക്കാളും കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയിലൂടെ കാര്യങ്ങൾ നേടാൻ പ്രാപ്തനാകും. കാരണം വൃശ്ചികത്തിലെ സൂര്യൻ പലപ്പോഴും സാഹസിക എന്നാണ്, ക്രൂര സ്വഭാവം ഒക്കെ പ്രകടിപ്പിക്കും. അതിൽ നിന്നും മാറി കുറച്ചും കൂടി സൗമ്യനായ ഒരു സൂര്യനെയാണ് നമുക്ക് ധനു മാസത്തിൽ കാണാൻ കഴിയുക. ഏതായാലും നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:39 അസ്തമയം വൈകിട്ട് 6:02 നാളത്തെ ദിനം ബുധവാരം, ബുധൻ്റെ ദിനമാകുന്നു. ബുധൻ ശുഭഗ്രഹമാണ്. എങ്കിലും നാൽക്കാലികൾ, സ്ത്രീകൾ, ഗർഭിണികൾ ഇവർക്ക് സഞ്ചാരയോഗ്യമല്ല ബുധനാഴ്ച എന്നറിയണം. അപ്രകാരം വെള്ളിയാഴ്ചയും നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാൻ അത്ര ശുഭമല്ലാത്ത ദിനമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ചന്ദ്രൻ വളരെ ദുർബലമായി, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 2 ദിവസത്തിനുള്ളിൽ അമാവാസി വരും. അതിനാൽ നാളെ കറുത്തപക്ഷത്തിലെ ത്രയോദശിയാണെന്നറിയുക. ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്. നാളത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. യഥാർത്ഥത്തിൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാണ്. പുണർദം, വിശാഖം, പുനരുട്ടാതി. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊക്കെ നമുക്ക് വ്യാഴത്തിൻ്റെ ദിനം നമുക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു പ്രത്യേക വിഷയത്തിലും വിശാഖം ശുഭകാര്യങ്ങൾക്കായി സജസ്റ്റ് ചെയ്യാത്ത, ഉപദേശിക്കാത്തൊരു നക്ഷത്രമാണ്. ഒരു സാധാരണ രീതിയിൽ ഒരു ആവറേജ് ഫലം തരുന്ന ഒരു നക്ഷത്രമാണ് വിശാഖം എന്നറിയുക. മറിച്ച് വിശാഖത്തിൻ്റെ പിറകിലുള്ള ചോതിയാണെങ്കിൽ വളരെ ഗുണമുള്ള നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അനീഴമാണെങ്കിലോ, വിശാഖം കഴിഞ്ഞ അനീഴം ഏറ്റവും ശുഭമായ നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങളിലും നാം സ്വീകരിക്കുന്നു അനീഴം നക്ഷത്രത്തിന്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തണമെങ്കിൽ കാലത്ത് 9:40 മുതൽ 10:40 വരെയുള്ള സമയം സ്വീകരിക്കാം. അത് കുംഭൻ രാശിയാകുന്നു. വ്യാഴമാണ് ആ സമയത്തുള്ള കാലഹോര. അതിനാൽ എന്തെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുക, നല്ല സ്ഥിരമായ കർമ്മങ്ങളിൽ. കുംഭരാശി സ്ഥിരരാശിയാണ്. പക്ഷേ ഒരു ഭൂമി വിഷയത്തിൽ കബഡി വെക്കുമ്പോൾ കുംഭൻ രാശി വന്നാൽ വർജിക്കണമെന്ന് പറയും. പക്ഷേ മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ കുംഭൻ രാശിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇന്ന് കുംഭൻ രാശിയിൽ 11-ലാണ് സൂര്യനും ചൊവ്വയും, 5-ൽ വ്യാഴമാണ്. യഥാർത്ഥത്തിൽ സന്താന വിഷയങ്ങൾക്കൊക്കെ അനുകൂലമായി ഡോക്ടറെ കാണാനൊക്കെ ഏറ്റവും നല്ലതാണ് നാളത്തെ ദിനം. അപ്രകാരം തന്നെ വിവാഹ തീരുമാനങ്ങൾക്കായി പോകുക, വരനെ കാണുക, വധുവിനെ കാണുക, ഈ വിഷയങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. കുംഭം രാശി സ്ഥിരരാശിയാണ്, സ്റ്റേബിൾ സൈൻ. നേരെ മറിച്ച് വാഹനം വാങ്ങാൻ നല്ലതാണോ? അതല്ല. വാഹനം വാങ്ങുമ്പോൾ ചരരാശിയായിരിക്കണം. ഭൂമി വിൽപ്പനക്കാണെങ്കിൽ ചരരാശിയായിരിക്കണം. സ്ഥിരമായ ഭൂമി വാങ്ങുന്നുണ്ടെങ്കിൽ, അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നല്ലത് സ്ഥിരരാശിയിലാണ്. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ചരം, സ്ഥിരം, ഉഭയം, ഇങ്ങനെ രാശികളുണ്ട്. മേടൻ രാശി ചരരാശിയാണ്, ഇളവൻ രാശി സ്റ്റേബിളാണ്, സ്ഥിരരാശിയാണ്. അപ്രകാരം മിഥുനം എന്താണ്? ഉഭയരാശിയാണ്. നാളെ നിങ്ങൾക്ക് വിശാഖം നക്ഷത്രം, ബുധൻ, വാരം ഒക്കെ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ദിനങ്ങളാണ്. നാളത്തെ ദിനം നിങ്ങൾക്ക് നന്നായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാട് ചെയ്യാം. കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി ചെയ്യാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, നാരായണ കവചം ജപിക്കാം. ഇതൊക്കെ നാളത്തെ ദിനത്തെ ധന്യമാക്കും, സംശയമില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വിശാഖം നക്ഷത്രവും നല്ല നാളെയും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.